മധുമാലിനി അഥവാ റംഗൂൺ എന്ന പേരിലറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണിത്. നിറയെ പൂക്കളായിരിക്കുന്നു. ഒരു കുലയിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. വളരെ ഉയരത്തിൽ കയറിപ്പോകാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. പ്ലാവിൻ്റെ മുകളിൽ നിറയെ പൂക്കളാണ്. പക്ഷെ താഴെ നിന്ന് നമുക്ക് മുഴുവൻ പൂക്കളും കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഈ താഴെ കുറച്ച് നിൽക്കുന്ന പൂക്കൾ മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ. വെള്ളയും ചുമപ്പും, തൂവെള്ളയല്ല, ഒരല്പം ചുമപ്പ് കലർന്ന വെള്ളയാണ് വിരിഞ്ഞിരിക്കുന്നത്. മൊട്ട് തന്നെ ചുമന്ന കളറിൽ, പിന്നെ അതുപോലെ തന്നെ വെള്ള കളറും ഇടയിൽ വരുന്നു മൊട്ടിൻ്റെ. വള്ളികൾക്ക് കനം വളരെ കുറവാണ്. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നന്നായി വണ്ണം വയ്ക്കുന്നു. മുള്ളുകളും ബോഗൺവില്ലയുടെ മുള്ളു പോലെ മുള്ളുകളും. ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണിത് ഞാൻ നട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചുവട്. ഒരു ഭാഗം ഇത് പ്ലാവിൽ കയറിപ്പോയി. കുറച്ച് ഭാഗമാണ് ഇവിടെ താഴെ പൂക്കളുണ്ടായിരിക്കുന്നത്. ആ പൂക്കൾ മാത്രമേ എനിക്ക് കൂട്ടുകാരെ കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ. വീണ്ടും വീണ്ടും മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വിരിയാറായ മുട്ടുകൾ. കുറച്ച് പൂക്കളോടെ എടുത്ത് കാണിച്ചു തരാം. പൂക്കൾ അധികം വെള്ളമോ വളമോ വേണ്ടാത്ത ഒരു ചെടിയാണിത്. ഒരു കമ്പ് മഴക്കാലത്ത് നട്ടു വെച്ചതാണ്. അത് കിളിർത്ത് തന്നെ ഉണ്ടായി വന്നതാണ്. ഇതുവരെ ഒരു വളവും ചെയ്തിട്ടില്ല. പൂക്കൾ ഇത്ര ഉണ്ടായി വന്നപ്പോഴാണ് ഞാനിത് ഇത്ര ഞങ്ങൾ തന്നെ കാണുന്നത്. അതായത് ഞങ്ങളുടെ പറമ്പിലോട്ട് കയറി വന്നൊരു സ്ഥലത്താണ് ഇത് നട്ടത്. ഇത് വള്ളിച്ചെടിയാണ്. ധാരാളം മുള്ളുകളുള്ളത് കൊണ്ട് മുറ്റത്ത് വയ്ക്കാതെ, അതായത് പറമ്പിൻ്റെ അതിർത്തിയിലുള്ള പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഒരു വള്ളി കെട്ടി വീട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ ഭംഗിയാക്കി ഇപ്പം നിർത്തിയിരിക്കുകയാണ്. തന്നെ ഈ വള്ളിയിൽ കൂടി കയറി വന്നുണ്ടായതാണ്. കയറ്റി വിട്ടതൊന്നുമല്ല, അത് കൈയൊന്നും എത്തില്ല. അതാ ഇങ്ങനെ ഫോൺ തന്നെ മുകളിലേക്ക് പിടിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടാൽ അറിയാം, കുറച്ച് മുകളിലാണ് ഒരു കയറ് വേറെ ഒരാവശ്യത്തിന് കിട്ടി. കയറിൽ കൂടി കയറി പ്ലാവുമായിട്ട് ചേർത്ത് ബന്ധിച്ച് കയറിൽ കൂടി തനിയെ കറന്നാണ് ഇതിങ്ങനെ പൂക്കളായി നിൽക്കുന്നത്.